PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാളെ 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGSന്റെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള 100 മാർക്കിലുള്ളൊരു മോഡൽ എക്സാം ആണ് കേട്ടോ. തീർച്ചയായിട്ടും മോഡൽ എക്സാം എഴുതി നോക്കുക. 70 മാർക്കാണ് കട്ട് ഓഫ് വെച്ചേക്കുന്നത്. എത്ര മാർക്ക് കിട്ടിയും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ VFAക്ക് വേണ്ടി നമ്മൾ പുതിയ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. VFA, കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, വെബ്കോ LD, പ്രീ പ്രൈമറി, LPUP, KTET എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസൊക്കെ നമ്മൾ കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. അപ്പോൾ എല്ലാവരും പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എത്ര മാർക്ക് കിട്ടി നമുക്ക് നോക്കാം. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ പ്രസ്താവനയാണ്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ പ്രസ്താവന ആണ്? ആരുടെയാണ്? അടയാളപ്പെടുത്തിയോ? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെതാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവലിലെ കമ്പനി ബോർഡ് LGS ലെവലിൽ നിലവാരത്തിൽ വരുന്ന സെയിം സിലബസ് വെച്ചിട്ടുള്ള ചോദ്യപേപ്പർ ആണ് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ട് വരിക? നോക്കിക്കേ. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അപ്പൊ താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഒന്ന് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാണ്. ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിയുമായി സ്ഥാപിച്ച സംഘടന. ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മിറാത്ത് ഉൽ അക്ബറും അതുപോലെ തന്നെ സമ്പാദ് കൗമുദിയുമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത്? നോക്കിക്കേ, ഡോക്ടർ അയ്യത്താൾ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൾ ഗോപാലനാണ് റൈറ്റ് ആൻസർ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച് കലാപത്തിന്റെ കാരണം. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച് കലാപത്തിന് കാരണം എന്തായിരുന്നു? PSC ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഗാന്ധിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് കേട്ടോ. ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അടുത്ത ചോദ്യം. EV രാമസ്വാമി നായരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. 10ഉം 11ഉം ചോദ്യങ്ങൾ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 2024 വർഷത്തെ G7 ഉച്ചകോടിക്ക് നടന്ന രാജ്യം. 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം വരുന്നത്? അത് ഇറ്റലിയാണ് കേട്ടോ. ഏതാണ്? ഇറ്റലിയാണെന്ന് ഓർത്തിരുന്നോളുക. ഓക്കെ, അടുത്ത ചോദ്യം. 2025 നടന്ന വേദി എന്നറിയും. G7 ഉച്ചകോടി 2025 കാനഡയിലാണ് കേട്ടോ നടന്നത്. എവിടെയാണ്? കാനഡയിലാണ് 2025 നടന്നതെന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലെ? ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24 ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാൻ കഴിയുന്ന കോടതി ഏതാണ്? ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുക? 3
സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? സുസ്ഥിരതയോട് കൂടിയ വളർച്ചയും അതുപോലെ തന്നെ സ്വാശ്രയത്വമാണ്. 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 1ഉം 3ഉമാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമാണ്? സൈനിക നടപടി, അതുപോലെ ലയനക്കരാർ, അനുരഞ്ജനം. 1ഉം 2ഉം 3ഉം എന്താണ്? റൈറ്റ് ആൻസർ ആണ്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഈ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗനയാനാണ് കേട്ടോ. ഗഗനയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2024 പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. 2024 പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 23 റൈറ്റ് ആൻസർ ഏത് വരും? മനു ഫാക്കർ ആണ് കേട്ടോ. മനു ഫാക്കർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കാരക്കോറമാണ്. ചെമ്മണ്ണിന് ചുമപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ചെമ്മണ്ണിന് ചുമപ്പ് നിറം നൽകുന്നത്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ നദിയാ? ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഗോദാവരിയുടെ പോഷക നദിയാണ് ഏത്? ഇന്ദ്രാവതി. പാമ്പാടും ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 പാമ്പാടും ചോല നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനം ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാവ് ആരാണ്? 32 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയയാണ് റൈറ്റ് ആൻസർ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2018. റാം വേഴ്സസ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? സുമതിയാണ്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനം നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30% കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമ്പനി ബോർഡ്, LGS, 10th പ്രിലിംസ്, വെബ് LD, VFA, പ്രീ പ്രൈമറി, LPUP, കേറ്ററ്റ് എന്നിവയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. VFAയുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടി മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് ഉണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ജില്ലയ്ക്കാണ്? വയനാട് ജില്ലയ്ക്കാണ് കേട്ടോ.
പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ഏതാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? 39 റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ, ശാസ്താംകോട്ടയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും ചേരുമ്പടി ചേർക്കുക. ഇതിൽ ഏതൊക്കെയാണ് വന്യജീവി സങ്കേതവും സംരക്ഷിതം ഇതായിട്ട് വരുന്നത്? നോക്കിക്കേ, ഓപ്ഷൻ റിട്ടവളകൾ ഏത് വരും? റിട്ടവളകൾ കക്കയമാണ് വരിക. ദെൻ ചാമ്പൽ മലയണ്ണാനാണെങ്കിലോ അത് ചിന്നാറാണ്. സിംഹവാലം കുരങ്ങ് സൈലന്റ് വാലിയാണ്. വരയാട് ഏതാണ്? അത് ഇരവികുളമാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. പ്രസ്താവന ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റുള്ള ഇന്ദിരാകോളാണ്. ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റുള്ള ഇന്ദിരാ പോയിന്റ് ആണ്. ശരിയാണ്. എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളും ബന്ധപ്പെട്ട പ്രസ്താവന താഴെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന, ഇന്ത്യയുടെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതെല്ലാമാണ് ശരിയായിട്ട് വരുന്നത്? ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹീരാക്കുഡാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. അതും ശരി തന്നെയാണ്. 2ഉം അതുപോലെ 4ഉമാണ് ശരിയാണ്. പെരിയാറിന് നീളം എത്ര കിലോമീറ്റർ ആണ്? എത്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം വരുന്നത്? PSC ചോദ്യം ഡീറ്റെയിലുള്ള ചോദ്യമാണ്. പെരിയാറിന്റെ നീളം എത്രയാ? 244 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. 244 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ പാർലമെന്റ് ഭാഗമായി ലോകസഭയും ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റ് ഭാഗമായിട്ടുള്ള ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സംസ്ഥാന കൗൺസിൽ എന്നറിയപ്പെടുന്നു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. പ്രസ്താവന ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. പ്രസ്താവന ബന്ധമില്ല. ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നു. അതും ശരി തന്നെയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ കേട്ടോ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ ചോദ്യം PSC രീതിയിലുള്ള ചോദ്യമാണ് കേട്ടോ. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുമ്പോൾ നോക്കിക്കേ, ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ആദിത്യ L1 വിക്ഷേപിച്ചത് ഏത് വാഹനമാണ്? PSLV C-57 ആണ് കേട്ടോ. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് അഗസ്ത ഗോദയാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവും രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ലോകകപ്പ് ജേതാവായിട്ടുള്ള രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ചോദിച്ചേക്കുന്നത്? ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ്? തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു എന്ന് ഓർത്തിരുന്നോളുക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് 2023 ലോക ഡാഷ് ദിന സന്ദേശമാണ്. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്ന് 2023 എന്ത് സന്ദേശമാണ്? എന്ത് സന്ദേശമാണത്? മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് കേട്ടോ. എന്ത് ദിനത്തിന്റെയാണ്? മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ്. അപ്പോൾ 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത്. അങ്ങനെയാണെങ്കിൽ 2025 സന്ദേശം എന്തായിരുന്നു? ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്തായിരുന്നു കേട്ടോ. 2025 സന്ദേശം ഒന്ന് ഓർത്തിരുന്നോളണം. 2025 മണ്ണ് ദിന സന്ദേശം ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതായിരുന്നു സന്ദേശം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ്? പോർച്ചുഗലാണ് കേട്ടോ. ഏതാണ്? പോർച്ചുഗലാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് അത് ഗ്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിക്കാത്ത പ്രസ്താവന. ചെറുകുടലുമായി യോജിക്കാത്ത പ്രസ്താവന ചുവടെ പറയുന്നവയിൽ ഏതാണ്? ആഹാരത്തെ പോഷകഘടക രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, അതുപോലെ തന്നെ വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 1ഉം 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വൈറ്റമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 54 റൈറ്റ് ആൻസർ ഏത് വരും? വൈറ്റമിൻ എയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വൈറ്റമിൻ എയുമായിട്ട്. കേരളത്തെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? കേരളത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. ദേശീയ വനനയം നിലവിൽ വന്നത് ഏത് വർഷമാണ്?
1988-ലാണ്. 1988-ലാണ് ദേശീയ വനനയം നിലവിൽ വന്നത്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥ്യം വഹിച്ച രാജ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. ഏതാണ്? സൗദി അറേബ്യ ആണ് റൈറ്റ് ആൻസർ. രാജ്യത്തിലെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ് കറൻസിയുടെ പേര് വരുന്നത്? 59 റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുക്കളാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്ന കറിയുപ്പിന്റെ രാസനാമം, താഴെ പറയുന്നവയിൽ ഏതാണ് കറിയുപ്പിന്റെ രാസനാമം? സോഡിയം ക്ലോറൈഡ് ആണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? രാസോർജമാണ് കേട്ടോ, രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇതിൽ ആറ്റത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? 63 റൈറ്റ് ആൻസർ ഏത് വരും? എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിരിക്കുന്ന ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ എങ്ങനെയാണ് വരിക? 64 റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ, രണ്ട് മാത്രം ശരിയാണെന്നാണ് കേട്ടോ. രണ്ട് മാത്രം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ലോക പരിസ്ഥിതിദിനത്തിന്റെ തീം, 2024 ലോക പരിസ്ഥിതിദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കുന്നു, മരുഭൂമീകരണം, വളർച്ച പ്രതിരോധം. മരുഭൂകരണവും ഭൂമി പുനഃസ്ഥാപിക്കലും വളർച്ച പ്രതിരോധവുമാണ് കേട്ടോ. 2020 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം എന്ത്? പ്രോട്ടോസോവ രോഗം ഏതാണ്? 68 റൈറ്റ് ആൻസർ ആയിട്ട് വരിക മലമ്പനിയാണ് കേട്ടോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫാബ്രിനോജൻ ആണ് റൈറ്റ് ആൻസർ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ് കേട്ടോ. EEG ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. രോഗകാരികളായിട്ട് സൂക്ഷ്മജീവികളെ മരുന്നുകളോടൊപ്പം അതിജീവന ശേഷിയുള്ളക്കെതിരെ പോരാട ലക്ഷ്യം വെച്ച് കേരളം നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? എന്താണ് കർമ്മ പദ്ധതിയുടെ പേരായിട്ട് വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സസ്യകോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങൾ നശിപ്പിക്കുന്ന കോശ ദ്രവ്യാപ്തി ഏതാണത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അമീബി മെനഞ്ചോ എൻഫൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം പ്ലൂറയാണ്. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 76 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പ്രസ്താവന ഹൃദയത്തിലേക്ക് ഓക്സിജൻ രക്തം വഹിക്കുന്നു. പ്രസ്താവന ഏതാണ്? ബന്ധമുള്ള പ്രസ്താവനയല്ല. അവയവങ്ങളിൽ രക്തം വഹിക്കുന്നു ബന്ധമുള്ള പ്രസ്താവനയാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ പോഷകഘടകങ്ങൾ ഹൃദയത്തിൽ എത്തിക്കുന്നു. പ്രസ്താവന ബന്ധമില്ല. പോഷകഘടകങ്ങൾ വില്ലസുകളിൽ നിന്ന് കരളിലേക്ക് എത്തിക്കുന്നു. പ്രസ്താവന ശരിയാണ്. 2ഉം 4ഉം ആണ് ശരി കേട്ടോ. 2ഉം 4ഉം ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? നിലമ്പൂരാണ്. നിലമ്പൂരാണ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എന്നിരുന്നാലും 2022 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചിട്ടുള്ള രോഗം എംപോക്സ് ആണ് കേട്ടോ. എംപോക്സ് ആണ് 2022. അതായത് മങ്കി പോക്സിനെയാണ് എംപോക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ 2024 ലോകാരോഗ്യ സംഘടന വീണ്ടും ഈ ഒരു എംപോക്സിന് എന്തായിട്ട് പ്രഖ്യാപിച്ചിരുന്നു? ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2022 പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമേ ഹിമാലയൻ കഴുകന്മാർ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. ആസാം.
ഡിജിറ്റൽ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ് കേട്ടോ. ഏതാണ്? നാഗാലാൻഡ് ആണ്. പൈതഗോറസ് തൃകങ്ങൾ അല്ലാത്തത് ഏത്? ഏതാണ് അല്ലാത്തതായിട്ട് വരിക? 81 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 8, 7, 3. 5 + 2 × 3 1/2 × 6 എത്രയാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 83-ാം ചോദ്യം PSC ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. ദെൻ 84. താഴെപ്പെടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1.1 × 1.11 വില കാണുക. വില കാണുമ്പോൾ എത്രയാണ്? 85 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണേ. √(x/221 = 2 ആയാൽ എക്സിന്റെ വില എന്താണ്? എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ഡി. 10 സംഖ്യയുടെ ശരാശരി 23 ആണ്. അതിലെ ഓരോ സംഖ്യയുടെ 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ ശരാശരി എത്രയാണ്? 27 ആണ് റൈറ്റ് ആൻസർ. ഒരു സ്കൂട്ടർ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയത് എത്ര വിലയ്ക്കാണ്? ഒരു സ്കൂട്ടർ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 8,000 ആണ് കേട്ടോ. 8,000 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. നിന്നും ബിയിലേക്ക് 60 കിലോമീറ്റർ വേഗതയിൽ തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും ശരാശരി വേഗത? 48 ആണ് കേട്ടോ. 2 × 11 = 32. അടുത്തത് എത്രയായിരിക്കും? 71 ആണ് അടുത്ത് വരുന്നത് കേട്ടോ. 71 ആണ്. ഒറ്റയാൻ ആരാണ് ഒറ്റയാനായിട്ട് വരിക? 91 റൈറ്റ് ആൻസർ ഏത് വരും? PSC ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 1,00,000 എത്ര 100 ഉണ്ട്? 1,00,000 എത്ര 100 ഉണ്ട്? 1000 ഉണ്ട്. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിന് 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറുമെങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിന് 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറുമെങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? 3 ആണ് കേട്ടോ. രാമൻ ഒരു ക്യൂവിൽ നിന്നും 9-മതും പിന്നിൽ നിന്ന് 15-മതുമാണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 15-മതുമാണെങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര പേരുണ്ട്? 23 ആണ്. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം എത്രയാണ്? 2052 ആണ്. 2052 ആണ്. തുക കാണുക. 3 + 6 + 9 + 19 എത്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 96. 1395 ആണ് കേട്ടോ. എ ബിയുടെ അച്ഛനാണ്. സി ഡിയുടെ സഹോദരനാണ്. ഇ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരനാണ്. ഈ എക്കുമായുള്ള ബന്ധം എന്താണ് ബന്ധമായിട്ട് വരിക? ഭാര്യയാണ് കേട്ടോ. ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോസ് എന്താണെങ്കിൽ ഇത് ഏത് കോഡ് ഭാഷയിലാണ്? അടുത്ത കോഡ് ഭാഷയാണ് ചോദിച്ചേക്കുന്നത്. 98 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ 99 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 12 ആണേ. ദെൻ 100 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് നോക്കിയത്. അപ്പോൾ 100 മാർക്കിൻ്റെ ചോദ്യപേപ്പർ ആയിരുന്നു. പക്ഷേ കുറേയും PSC ചോദ്യം ഡിലീറ്റ് ചെയ്ത് ഉള്ളത് കൊണ്ട് ഈ ഒരു ചോദ്യപേപ്പറിലേക്ക് ഒരു 10 ചോദ്യം കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 100 മാർക്ക് ടോട്ടൽ കിട്ടും. ആ ചോദ്യങ്ങളൂടെ നമുക്ക് നോക്കാം. എന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ടിരിക്കുന്ന മതം 50 റൈറ്റ് ആൻസർ ഏത് വരും? ഷിൻഡോയാണ് കേട്ടോ. ഷിൻഡോ. കർണാടക സംഗീതത്തിലെ രാത്രിയിൽ ആലപിക്കുന്ന രാഗം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന ഗാനം ഏതാണ്? നീലാംബരിയാണ്. ഏതാണ്? നീലാംബരിയാണ്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് കേട്ടോ. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് റൈറ്റ് ആൻസർ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യനുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യനുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായി സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവനയായിട്ട് വരിക? നോക്കിക്കേ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. അതുപോലെ തന്നെ എന്താണ്? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. എവിടെയാണ്?